അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വൈകുന്നേരം ആയിട്ടോ നല്ലൊരു ചെറുതായിട്ട് ഉറക്കം കഴിഞ്ഞ് നീറ്റിക്കാണ്. ഇന്നത്തെയും പോലെ നേരം പോലെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കല്യാണം പറയാൻ ആരോ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നീറ്റ് പോയി. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ആലോചിക്കണം എന്താ വെച്ചാൽ സയാനും സ്കൂളിൽ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ എന്താ സ്നാക്സ് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതെന്നും ഭയങ്കരമായിട്ട് ആലോചിച്ച് കണ്ടുപിടുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പം നീക്കാൻ നല്ല മടിയുണ്ട്, ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഇപ്പോൾ നല്ല ഉറക്കം വരലാണ് കേട്ടോ. അപ്പം ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉമ്മാരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മയൊക്കെ ചീത്ത അറിഞ്ഞായിരുന്നു പണ്ട് സയാനൊക്കെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ. പക്ഷെ സയാന് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ പേടിച്ചിട്ടായിട്ട് ഉറങ്ങിയായിരുന്നു. ഇസുവിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങും, ഉച്ചക്ക് നന്നായിട്ട് ഉറങ്ങും. ഉറക്കം എന്താ പറയാ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ വീഡിയോസിലും അതേപോലെ തന്നെ എന്താ ഇപ്പം എല്ലാവരും പറയുന്ന ഗർഭിണികൾ നന്നായിട്ട് ഉറങ്ങണം എന്നല്ലേ, ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഉറങ്ങണം അങ്ങനെയൊക്കെ പറയും. അപ്പം പിന്നെ ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഉറങ്ങാം. പിന്നെ ഉറക്കം നമ്മുടെ പ്രഗ്നൻസി നമ്മുടെ ഡെലിവറിയുടെ ടൈമിൽ അതിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്താ പെയിൻ വരുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല. ഞാൻ നന്നായിട്ട് ഉറങ്ങിയാലും ആ ഡെലിവറിയുടെ പെയിൻ വരുന്ന സമയത്ത്, പെയിൻ ഇങ്ങനെ വന്നു പോകുന്ന സമയത്ത് ഉറക്കം വരുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ആർക്കെങ്കിലും അതിന് എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ നമ്മളത് 8-10 എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മൾ പാൽ ചായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഡെയിലി നമ്മളൊരു 1/2 ലിറ്റർ പാൽ വെച്ച് വാങ്ങും. 1/2 ലിറ്റർ പാലിന് ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പാലാണ് കേട്ടോ. 26 രൂപയാണ്. അപ്പം നമ്മളതൊരു 3 നേരമൊക്കെ ആയിട്ട് എടുക്കും, ചിലപ്പോൾ 2 നേരമായിട്ട് എടുക്കും കേട്ടോ. അർഷാക്കുവിന് പാൽ ചായ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ആൾക്ക് വേണമെന്നില്ല. ഞാനും സയാനും ഇസുമാണ് മെയിനായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ ഞാനും കുടിക്കൂല. ചിലപ്പോൾ പാൽ ചായ കുടിക്കുമ്പോൾ ഗ്യാസ് കയറുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം ഞാനിപ്പം സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് ഒരു മടി. അപ്പം ഞാൻ ചോദിച്ചാൽ രാവിലത്തെ പൂരി ഇഷ്ടമൊക്കെ ഇരിക്കുന്നുണ്ട്, അത് കൊടുക്കാൻ കരുതി. അപ്പം എന്നും ചായയിൽ ഉണ്ടാക്കുക. അപ്പം ഇന്ന് പാല് കൊടുക്കാൻ കരുതിയിട്ട് ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടാറാൻ വേണ്ടിയിട്ടും വരുമ്പോഴേക്കിനും ചൂടാറി കിട്ടുമല്ലോ. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. തിളപ്പിച്ച് ഇങ്ങനെ മറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മൾ ഡോറൊക്കെ അടച്ചെന്ന് പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പുറത്ത് സിദ്ധികാക്കാൻ്റെ വീട്ടിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ ആരൊക്കെയുണ്ട്. അപ്പോൾ ഒന്ന് പോയൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈച്ചകൾ ചത്ത് കിടക്കണത് കണ്ടത്. ഇപ്പോൾ ഉച്ചക്ക് വന്നിട്ട് ഈച്ച ചാവണം എന്തോ ഒരു സാധനം സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഈച്ചകളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. കുറെ ഞാൻ അടിച്ചോരി കളഞ്ഞു. പിന്നെ ഇതേ വന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്. ചാവാനായിട്ട് വരാൻ ഈച്ച തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ആകർഷിക്കണം എന്തോ ആ മരുന്നിലുണ്ട്. അപ്പൊ എന്താ പറയാ, പിന്നെ ചത്ത് കഴിഞ്ഞാൽ ഈച്ച ഉറുമ്പ് കൊത്തുകയാണ്. അപ്പൊ അതും പ്രശ്നമാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ എന്താ കഴിഞ്ഞതാണ് ഒരു പ്രാവശ്യം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അടിച്ചു വാരണം കേട്ടോ. അപ്പോൾ ഞാൻ സിദ്ധികാക്കാൻ്റെ വീട് പണി നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഷിഫ് സ്കൂൾക്കൊന്നും പോകലില്ല കേട്ടോ. അപ്പം മോൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവളെ കാലുമ്മേ ചെറിയൊരു ചൊറിച്ചിൽ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം സ്കൂൾ തുറന്നേ മുതൽ ഒരു ലീവാണ്, നടക്കാനൊന്നും പറ്റില്ല. തള്ളവിരലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിരലില്ല, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിരലിലാണ് അവളെ പ്രശ്നം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അങ്ങനത്തെ സംഭവം വരുന്നത്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വിവരം അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നമ്മൾ കുറേ ഡോക്ടറൊക്കെ കാണിച്ചു. ഇപ്പം ആയുർവേദമാണ് കേട്ടോ അവൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അത് മാറിയിട്ടുള്ള സ്കൂളിലേക്കൊക്കെ വിടുക. അപ്പം ഇവിടുത്തെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അതുവരെ വീട് കാണാൻ വേണ്ടി കയറിയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സിദ്ധികാക്കാൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ ഒരു കളിത്താവളമാണ്. ഓരോതിൻ്റെ ഉള്ളിൽ ഒളിച്ച് കളിക്കും, ഡാൻസ് കളിക്കും. അങ്ങനെ കുട്ടികളെപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും കളിക്കാനായിട്ട്. പിന്നെ ആദ്യമൊക്കെ നായൊക്കെ കയറിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഡോറൊക്കെ അടച്ചിട്ടിട്ട് കുട്ടികൾ അടച്ചിട്ടാലും തുറന്നിട്ട് പോകും, അപ്പം നായ കയറും. ഇപ്പം എന്തായാലും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കുട്ടികൾ നായകളൊന്നും കയറാതെ. അപ്പോൾ ഇവിടെ 3 ഗ്ലാസ് വെക്കാനുള്ള എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോം ടൂറൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ചെയ്യാം. അവിടുന്ന് നോക്കിയാൽ നൗഷകാക്കാൻ്റെയും വലിയാക്കാൻ്റെ ഒക്കെ വീടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവള് ഇടയ്ക്കിൻ്റെ ക്യാമറാമാനെയാണ്. അപ്പോൾ ക്യാമറ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇവിടെ എന്തോ പണിയിലാണ് കേട്ടോ. സിദ്ധികാക്ക എന്തോ പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെ 2 റൂമും ഒരു ബാത്റൂമൊക്കെ ആയിട്ട് വരുന്നത്. താഴെ ഒരു റൂമേ ഉള്ളൂ. നമ്മുടെ അതേപോലെ തന്നെയാണ് പ്ലാനൊക്കെ. പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിദ്ധികാക്കാക്ക് അടുക്കള ഇല്ല കേട്ടോ, ഇപ്പം എടുത്തിട്ടില്ല. പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടേക്ക് അടുക്കള എടുക്കാന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പ്ലാന് മൊത്തത്തിൽ തിരുത്തിയിട്ടാണ് ഇവിടെ കയറ്റിയിട്ടുള്ളത്. പിന്നെ ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് റോഡ് നേരെ കാണാം കേട്ടോ. പുറത്തേക്ക് നല്ല വ്യൂ ആണ്. പിന്നെ എന്താ പറയുക, ഹൈറ്റിലാവുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ഇനിയിപ്പം മഞ്ഞുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞും മഴയും കാറ്റൊക്കെ ആണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നോക്കിയാൽ നല്ല വൈബാണ്. റോഡിൽ കൂടെ പോകുന്ന വണ്ടി വാഹനങ്ങളൊക്കെ കാണാം. അല്ലേടെ റോഡിലൊക്കെ പിന്നെ എന്തായാലും കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തേപ്പ് കഴിഞ്ഞിട്ട് കയറുന്നത്. അപ്പം ഞാനും ശൈലത്താത്തയും കുട്ടികളും നൗഷകാക്കയൊക്കെ ഉണ്ട്. നൗഷകാക്ക ഇവിടെ പെയിന്റ് അടിച്ചു വൈറ്റ് സിമെന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പം നമ്മളിങ്ങോട്ട് കയറി വരാൻ കാരണം. അപ്പം നൗഷകാക്ക സിമെന്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ശൈലത്താത്ത എപ്പോഴും പിന്നാലെ ഉണ്ടാവും കേട്ടോ. വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ ഇളാപ്പാൻ്റെ വീട്. ചെറിയ ഇളാപ്പല്ല, നമ്മുടെ ഇളാപ്പാൻ്റെ വീടാണ് കേട്ടോ. ചെറിയ ഇളാപ്പാൻ്റെ വീട് അപ്പുറത്താണ്, തറവാട്. അപ്പം ഇവിടെ നിന്നാൽ റോഡിലേക്ക് ഇങ്ങനെ
ഇവിടെ സിറ്റ് ഔട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നേരെ റോഡിലേക്ക് ഒരു ഇറക്കം കൊടുത്തിട്ട് മെയിൻ എൻട്രി ഇവിടെ നിന്നാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. താഴത്തെ കൂടെ നമുക്ക് വീട്ടുകാർക്ക് കയറാനുള്ളതും മേലെ കൂടെ വിരുന്നുകാർക്ക് കയറാനുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ കഷ്ടപ്പാടിന്റെ അങ്ങനത്തല്ല. ഇതിപ്പോ എന്തിനാണ് അങ്ങനെ വരണ്ടി ഉണ്ടാക്കണേ? ഇതെന്തിനാ? നിങ്ങളൊക്കെ ഇപ്പാരെ പണി പിടിക്കുക? എത്ര റുപ്യ? ശരി, നക്കും വാങ്ങിക്കൊണ്ടോണ്ട് മുട്ടായി. വെറുതെ പറഞ്ഞിക്ക് ഇരിക്കുവാണെങ്കിൽ സീരിയസ് ആയിട്ടാ അമർത്തിയിരിക്കും. ഇപ്പൊ റോട്ടൊക്കെ ഒന്നും പോയിട്ടില്ല, ഒന്നും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം വീട് പണിയുടെ ഒരു തിരക്കിലൊക്കെയാണ് ഇപ്പന്റെ കൈമ എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയില്. അപ്പം വീട് പണി നടക്കുന്ന സമയത്ത് നെയില് കട്ടായതാണ്. അപ്പൊ അത് 2 ദിവസം ഇപ്പൊ അത് അങ്ങനെ ഇട്ട് നടന്നു കേട്ടോ. പിന്നെ പഴുപ്പ് കയറി കണ്ടപ്പോ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ നല്ല ഭേദമായിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പ്ലാനിങ്ങുകളാണ് കേട്ടോ വീടിനെ കുറിച്ചിട്ട്. അവിടെ അത് ചെയ്യണം, ഇവിടെ അത് ചെയ്യണം. അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ എൻട്രി കൊടുക്കാനുള്ള പരിപാടി തന്നെയാണ്. അതിന്റെ ഇടയിൽ ഷിഫ് കുട്ടി അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ അടുത്ത്. നമ്മുടെ കുട്ടീസും വലിയ ആൾക്കാരൊക്കെ നമ്മുടെ ചെറിയ ബേബിക്ക് വേണ്ടിയിട്ട് ഭയങ്കര കട്ട വെയിറ്റിംഗിലാണ്. അപ്പൊ എനിക്ക് പേടിയാണ് കേട്ടോ. പഠിച്ചനെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ റെഡിയായി മതിയായിരുന്നു, ഒക്കെ ആയി മതിയായിരുന്നു എന്നിങ്ങനെ തോന്നേ. അപ്പൊ നമ്മള് ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്. നല്ല രസം ഇട്ട് ഇവിടുന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹൈറ്റിലാവുകൊണ്ട് പാടൊക്കെ നേരെ കാണാനുണ്ട്. ഇതൊക്കെ നേരെ കാണും. വലിയക്കാന്റെ ടെറസിന്റെ മേലെ കയറിയാൽ നല്ല കാറ്റും വരും. അവിടെ നമ്മുടെ ചൂടുള്ള സമയത്തൊക്കെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ വെറുതെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ നമ്മള് കാഴ്ചകളൊക്കെ കണ്ടു, തേപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. നൗഷികാക്ക വൈറ്റ് സിമെന്റ് അടിച്ചും കൊണ്ടേയിരിക്കുകയാണ്. കാക്ക സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാക്കാക്കാണ് കരാറ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഹാളിൽ നിന്നാലും നമ്മുടെ അടുക്കള കാണാം കേട്ടോ. അപ്പം വീട് പണി നടക്കുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ ബാക്ക് വശമൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ഇനിയിപ്പം നൗഷികാക്കാനായിട്ട് മെല്ലെ അവിടെയും കൂടെ പെയിന്റ് അടിപ്പിക്കണം. ഇവിടെ അടിക്കുന്ന സമയത്ത് അവിടെയും കൂടെ അടിപ്പിക്കണം കേട്ടോ, എന്നാലേ ഇപ്പൊ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. പിന്നെ മൊത്തത്തിൽ നമുക്കൊരു പെയിന്റ് അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല. ഇനിയിപ്പോ ഈ വീട് പണി അല്ലെ നമ്മുടെ ഈ വീടിരിക്കലിന്റെ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് അതും സെറ്റ് ആക്കാന്നാട്ട കരുതിന്. കാരണം അപ്പോഴല്ലേ കുറെ ആൾക്കാരൊക്കെ വരിക. അപ്പൊ നമ്മളെ വീട് മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കിയിടണ്ടേ. അപ്പൊ നൗഷികാക്കാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശീലത്താത്തയുണ്ട്, ഇപ്പിയുണ്ട്. അങ്ങനെ ചെറിയ പണികളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വീട് പണി പൂർത്തിയാവാൻ വേണ്ടിട്ട് എല്ലാവരും ഉറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ഇന്നത്തെ അറിയാവുന്നുണ്ട്. എവിടെടി സുന്ദരി എന്തിനാ അവിടെ കടന്ന് ഉറങ്ങിനാ? അറിഞ്ഞിട്ട് എന്റെ ചേച്ചി അവിടെ കളിക്കാനാ? ഞാൻ എടുക്കണ്ടേരൂടി. ഞാൻ എടുക്കൂല. എന്റെ കുട്ടീനെ പാപ്പ ഉറക്കൊന്നും കൂടി. വാ, എന്താ വേണ്ട? പാലുണ്ട്, പാലും വരട്ടെ. ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. കുറെ നേരമായിക്കും തിളപ്പിച്ചിട്ട്. തരട്ടെ? പഞ്ചസാര കുത്തിക്കിളക്കേണ്ടി വരും. ഉറങ്ങിക്കോട്ടടി, അത് ഉറങ്ങിക്കോട്ടടി. അത് എന്റെ വീട്ടിലാടി ഉറങ്ങിയത്, എന്റെ വീട്ടിലാടി ഉറങ്ങിയത്. ഷിഫോ ജോള വീട്ടിലാങ്ങി. ഇത് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അവിടെ കിടന്നിട്ടാണ് ഉറങ്ങിക്കുക ചെറുക്കൻ. ഞാൻ എന്നിട്ട് ഉപ്പൊരു ഞാൻ അങ്ങനെ സമാധാനിച്ചിരിക്കുന്നുണ്ടാവും. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല, ഇപ്പൊ രാത്രി നേരത്തെ ഉറങ്ങണ്ടാവുന്ന. അപ്പൊ എവിടെ? അപ്പൊ താത്ത പറഞ്ഞു അവിടെ കിടന്ന് ഉറങ്ങിക്കണൂന്ന്. അപ്പൊ ഉമ്മ ഉണ്ടായിരുന്നിട്ടോ അവന്റെ തുണക്ക്. ഉറങ്ങി നീറ്റ് തന്നെ ആരെങ്കിലും കാണല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് മെല്ലെ നീറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നെ തെറിയാണ്. അപ്പൊ നീറ്റ് പാടെ പാലാട്ടെ ഞാൻ കൊടുത്തത്. എന്തെങ്കിലും കുടിക്കാനോ ഉറങ്ങി നീറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്താൽ ചുണ്ടത്തുന്ന ഗ്ലാസ് അതിലുള്ള സാധനം കേവളം എടുക്കൂല കേട്ടോ. ഒരൊറ്റ വലിക്കാൻ കുടിക്കും. ഒരു കട്ടൻ ചായയൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുടിക്കും. പക്ഷെ വെള്ളം അങ്ങനെ കുടിക്കൂല കേട്ടോ. വേറെ എന്തെങ്കിലും സാധനം കൊടുത്താൽ എനിക്ക് നല്ല ഇറങ്ങും. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇറങ്ങൂല. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് എന്താ പറയാ ഇസുവിനോട് ഹായ് പറയാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അജുവിനും അനുവിനും. അപ്പൊ ഇസ് എന്തായാലും ഹായ് പറയാൻ ചോദിച്ചപ്പോ എനിക്ക് വലിയ സുഖമല്ല. അപ്പൊ എന്തായാലും അജുവിനും അനുവിനും എന്റെ ഒരു വലിയൊരു ഹായ് കേട്ടോ. സയാനൊന്ന് കാണാല. അവൻ 2ാമത്തെ ട്രിപ്പിലാണ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ ഓൻ വരുമ്പോഴേക്കും നിസ്കരിക്കാന്ന് കരുതിയിട്ട് അസർ വാങ്ങി കൊടുത്തിട്ട് കുറച്ച് സമയം ആയിക്കണു. ഓ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നേരം മുഴുകും കേട്ടോ. അപ്പം ഓൻ വരുന്നതിന് മുന്നേ നിസ്കരിക്കാൻ എപ്പോഴും കറക്റ്റ് ടൈമിലൊന്നും നിസ്കരിക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരം മുഴുകും, ചിലപ്പോൾ കളാവും, അങ്ങനെയൊക്കെ ആവും കേട്ടോ. അപ്പൊ അതേ ചെക്കൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ പെരയുടെ ഉള്ളിക്കൊന്നും കയറില്ല. വേറെ എങ്ങോട്ടേലും ഓടെ ചെയ്യുക, എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. വരുമ്പോൾ തന്നെ അതാ നോട്ട് ചെയ്യാട്ടോ ചെയ്യാം. അപ്പൊ ഞാനും അവന്റെ പേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ചെക്കൻ പൂരി ഇഷ്ടം തിന്നാണ്. എനിക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി ഇഷ്ടം. അതാണ് പിന്നെ ഞാൻ മെയിനായിട്ട് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരാൾ ചായ കുടിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമേ ചായ കുടിച്ചുള്ളൂ. ഇന്ന് ചായ ഇല്ല, പാലും പൂരി ഇഷ്ടോട്ടോ കഴിച്ചത്. ചായ എന്ന് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാനും ചായ ഒന്നും കുടിച്ചില്ല, ഒന്നും തിന്നില്ല കേട്ടോ. എനിക്ക് വിശപ്പില്ലാത്ത പോലെ തോന്നി. അപ്പൊ നമ്മള് നാളേക്ക് ദോശക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് അരച്ചെടുക്കാണ് കേട്ടോ. തലേദിവസം ചോറ് ബാക്കി ഉണ്ടെങ്കിലാണ് ഞാൻ അരി വെള്ളത്തിലിടാൻ. എന്നാ പിന്നെ ആ ചോറ് വെച്ചിട്ട് തിളപ്പിച്ചുറ്റി കഴിക്കണേക്ക് നല്ലത് ഇങ്ങനെ മാവൊക്കെ അരച്ച് വെക്കില്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പൊ അത് ഇന്ന് ഞാൻ ആട്ടുമ്പം
ഉപ്പും ഇട്ടിട്ടില്ല. സാധാരണ ഉപ്പും അപ്പസോഡയൊക്കെ ഇട്ടിട്ടാണ് ആട്ടാറ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു അപ്പസോഡ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പസോഡ ഇട്ട് കഴിഞ്ഞാലും അപ്പസോഡ ഉപ്പ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഉപ്പിട്ടിട്ടില്ല. നമ്മുടെ മാവൊന്ന് തിക്കായിട്ട് ഞാൻ എന്താ പറയുക അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ലിക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത് ആദ്യം. പിന്നെ നമുക്ക് തോന്നി ദോശ ഉണ്ടാക്കാന്ന്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ലൂസാക്കിട്ടോ കെക്കിട്ടെടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് ചെയ്താലാണ്ട് അതിന് കറക്റ്റായിട്ടൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമ്മുടെ കയ്യിലെന്തോ മാജിക് ഉണ്ട് ഗൈസ്. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ വേറെ കാര്യങ്ങളൊന്നും തിന്നാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ഒരു ആപ്പിൾ കഴിക്കാന്ന് കേട്ടോ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് ജസ്റ്റ് ഒരു ആപ്പിളും ഒരു ഗ്ലാസ് വെള്ളമാണ്. അങ്ങനെ ഇന്ന സാധനം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചില സമയത്ത് ചില സാധനങ്ങളാ തിന്നാൻ തോന്നുക. ചിലപ്പോൾ അത് ആ ടൈമിന് കിട്ടൂല കേട്ടോ. പക്ഷെ പിന്നെ കിട്ടുന്ന സമയത്ത് അത്ര നമുക്ക് ആ നേരത്തെ തോന്നി അത്രയും ആഗ്രഹം അപ്പം ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് തിന്നണമെന്നൊന്നുമില്ല. എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടെന്ന് കരുതി തിന്നാം കേട്ടോ. ഇനിയിപ്പോൾ തിന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് കയറും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ആപ്പിൾ കുത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഈച്ചശല്യം ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഡെറ്റോൾ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഫാനൊക്കെ ഇട്ടു. കൊതുകിനെ പോകാൻ വേണ്ടി കൊതുകുതിരിയും കത്തിച്ച് വെച്ചു. ഒരു 5:30-6 മണിക്കായ സമയത്ത് ജനലുകളൊക്കെ അടച്ചിടണം. അതൊക്കെ വൈകുന്നേരം മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രാത്രി കിടന്നുറങ്ങാൻ പറ്റൂല. കൊതുക് കയറി കടിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇസുവിനെ മാത്രം കടിക്കണം കുറച്ച് കൊതുകളുണ്ട് ഇവിടെ. ഒരാഴ്ച പുതക്കൂല്ല. ട്രൗസർ ചെറുതല്ലേ അപ്പൊ കാലുമൊക്കെ കടിക്കൂട്ടോ. ചിലപ്പോൾ മുഖത്തൊക്കെ ഉണ്ടാവും നീറ്റ് കഴിഞ്ഞാല്. ഞങ്ങളൊന്നും കടിക്കൂല, ഓനെ മാത്രം കടിക്കും. ചില സമയത്ത് ഞാൻ വർഷാക്കും നീറ്റിരുന്നിട്ട് കൊതുവിനൊക്കെ തല്ലിക്കൊല്ലു കേട്ടോ. രാത്രി ഉറക്കത്തിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കൊതുവിനെ കൊല്ലലാണ്. കറണ്ടൊക്കെ പോയാലാണ് അധികം. ഇപ്പൊ കറണ്ട് അങ്ങനെ പോവാറില്ല കേട്ടോ 2 ദിവസമായിട്ട്. അപ്പൊ എന്തായാലും എന്താ പറയാ, അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് പകുതിയാക്കി വെച്ചിരുന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊന്ന് ബാക്കി പണികൾ ചെയ്തെടുത്തു കേട്ടോ. നെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വൈകുന്നേരം ഞാൻ ഈ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമായിട്ടാണ് ചെയ്തത്. അപ്പം അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കസ്റ്റമർ ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ലൂസാക്കാനോ ടൈറ്റ് ആക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ തൊട്ട അയൽവാസിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചുരിദാറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.